പാലക്കാട് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവിടെ ഒന്നാം കക്ഷി UDF-ഉം രണ്ടാം കക്ഷി BJP-യുമാണ്. എങ്ങനെയൊക്കെ ശ്രമിച്ചാലും LDF ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലും കുറെ കാലമായി LDF അവിടെ 3-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരം UDF-ഉം NDA-യും തമ്മിലാണ് എന്ന് വ്യക്തമാണ്. BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ സ്ഥാനാർത്ഥിയായി അവിടെ വന്നിട്ടുള്ളത് ഫയർ ബ്രാൻഡ് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ പോയി മത്സരിച്ചാലും കൂടുതൽ വോട്ടുകൾ പിടിക്കും എന്നാണ് പൊതുവെ നമ്മൾ കരുതപ്പെടുന്നത്. പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, ശ്രീധരൻ അവിടെ മത്സരിച്ചു. ശ്രീധരൻ മത്സരിച്ചപ്പോൾ ആണ് അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയത്. കഴിഞ്ഞ തവണയൊക്കെ വളരെ കുറഞ്ഞു. അതിന് കാരണം ശ്രീധരൻ എന്ന വ്യക്തി തന്നെയാണ്. ശ്രീധരന് ഉണ്ടായ ബഹുമാന്യത, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വക്താവല്ല, വർഗീയതയുടെ വക്താവല്ല ശ്രീധരൻ എന്നതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് കുറെ വോട്ട് കിട്ടിയിട്ടുണ്ടാവാം. ആ വോട്ട് ശോഭാ സുരേന്ദ്രന് കിട്ടിയില്ല. കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. രണ്ടാമത്, മത്സരം ഇങ്ങനെ കടുക്കുമ്പോൾ മതനിരപേക്ഷ വോട്ടുകൾ, അത് ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷത്തിലും ഒക്കെയുള്ള മതനിരപേക്ഷ വോട്ടുകൾ എല്ലാ മണ്ഡലത്തിലും ധാരാളമായുണ്ട്. കാരണം വർഗീയത, ഫാസിസം കേരളത്തിൽ മേൽക്കൈ നേടരുത് എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ BJP അത്ഭുത വിജയം നേടുന്നത്. ഇപ്പൊ തൃശ്ശൂരിൽ എനിക്ക് വളരെ കൃത്യമായി അറിയാം, എൻ്റെ മണ്ഡലം കൂടിയാണ്. അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നത് വർഗീയ വോട്ടല്ല, ഞാൻ വർഗീയവാദി അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, സിനിമാ നടനാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ്. സുരേഷ് ഗോപി എന്ന് മുഴുവൻ പറയാതെ ജൻസി വിഭാഗത്തിൽ SG എന്ന ഓമനപ്പേരിട്ടാണ്. എന്ന് പറഞ്ഞാൽ BJP അവിടെ ജയിക്കുന്നത് ഞങ്ങൾ വർഗീയത ഇല്ലാത്ത ആളുകളാണ് എന്ന മുഖമുദ്ര കുറെ ആളുകളുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടാണ് BJP എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്നത്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ആ മുഖമില്ല. കടുത്ത വർഗീയത പറയുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. കടുത്ത വർഗീയത. ശശികല ടീച്ചറോളം ഇല്ലെങ്കിലും ഏതാണ്ട് അതിൻ്റെ ഒക്കെ എത്താൻ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു മതനിരപേക്ഷ വോട്ടും അതിനോട് താല്പര്യമുള്ള എല്ലാ വിഭാഗത്തിൻ്റെ വോട്ടും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ശോഭാ സുരേന്ദ്രന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ വോട്ടുകളാണ് നമുക്കറിയാം. ഇതിനൊക്കെ പാർലമെന്റ് ഇലക്ഷനൊക്കെ എണ്ണുമ്പോൾ BJP ആദ്യം ചിലപ്പോൾ ചില ബൂത്തുകളിലൊക്കെ ലീഡ് ചെയ്യും നഗരസഭയിൽ. ബാക്കി വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്ക് വരുമ്പോഴാണ് BJP പരാജയപ്പെടുന്നത്. പഞ്ചായത്തുകളിൽ എവിടെയും BJPക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇവിടുത്തെ പഞ്ചായത്തുകളിൽ നമ്മൾ മുമ്പ് പഠിച്ച ഒരു കാര്യമാണ്. പക്ഷെ അതിനേക്കാളും പ്രധാനം, നഗരസഭയിൽ തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ആലോചിക്കും. ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് അവസാനത്തെ 8 ദിവസത്തിൽ 7 ദിവസവും കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു, രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി പുതിയ തെളിവ് വന്നു, രാഹുൽ മാങ്കൂട്ടം കുടുങ്ങി, രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി പിടിക്കുന്നു, അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നു, കിട്ടാതിരിക്കുന്നു, ജയിലിൽ കൊണ്ടുപോകുന്നു. എന്തെല്ലാം വാർത്തകൾ! 6 ദിവസവും നിങ്ങൾ ചാനൽ എടുത്ത് നോക്കുക, വ്യത്യാസമില്ലാതെ. ഒരുപക്ഷെ വല്ല ജയ്ഹിന്ദ് ചാനൽ ഒഴിച്ചാൽ, എന്നുവെച്ചാൽ അത് കോൺഗ്രസിന്റെ ചാനലായതുകൊണ്ട്, ബാക്കി എല്ലാ ചാനലുകളും നിഷ്പക്ഷം എന്ന് പറയുന്നവരും അവരൊക്കെ ചില അജണ്ടയിൽ പെട്ടുപോയിട്ടുണ്ട്, അതുപോട്ടെ. അവർ പോലും പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായി അവിടെ? അതുകൊണ്ട് BJPക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? നഗരസഭയിൽ BJPയുടെ ശക്തി കേന്ദ്രമാണല്ലോ നഗരസഭ. ആകെ ഉണ്ടായ ഗുണം അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഇല്ലാണ്ടായിരുന്നു മാത്രം. ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും അവരോട് ഭരിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. അവർക്ക് ഭൂരിപക്ഷം ഇല്ല, മുമ്പ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ടായാലും ഒരു കാരണം BJPക്കകത്തുള്ള ആന്തരിക സംഘർഷങ്ങൾ തന്നെയാണ്. BJPയോട് നിരന്തരം വോട്ട് ചെയ്യുന്ന ആളുകൾ BJPയിൽ നിന്ന് വിരക്തി വന്ന് ചെയ്യുന്നു. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ച ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. നഗരത്തിൽ BJPക്ക് വളരെ കുറച്ച് ബൂത്തുകളിലെ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. നഗരം കഴിയുമ്പോൾ വളരെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടവും ഇവരും നിന്നത്. ആ അർത്ഥത്തിൽ അന്ന് പിന്നെ പറഞ്ഞൊരു കാര്യം, സരീൻ കുറച്ച് BJP വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്, സവർണ BJP വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആണ് സംഭവിച്ചത്. എങ്കിൽ പോലും BJPക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ഏതാണ്ട് നഗരസഭ എണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബോധ്യമായൊരു കാര്യമാണ്. ഇത്തവണ ചിത്രം കുറച്ചുകൂടി സങ്കീർണമാണ്. ഒന്ന്, രമേശ് പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരും. ആദ്യം ഒരു ലേറ്റ് സ്ഥാനാർത്ഥി എന്നാണ് പൊതുവേ നമ്മളിപ്പോൾ സിനിമക്കാരൊക്കെ വരുമ്പോൾ അങ്ങനെയാ പറയാം.
പക്ഷെ രമേഷ് പിഷാരടി അങ്ങനെ ഒരു ലേറ്റായ സിനിമ ആക്ടർ മാത്രമല്ല. രമേഷ് പിഷാരടി വളരെ കൊല്ലങ്ങളായി കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിനു മുമ്പ് മത്സരിച്ചിട്ടില്ലല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വേദികളിൽ വന്ന് കൃത്യമായ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയുന്ന ആളാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന് സ്വീകാര്യമാവാതിരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർത്തും സ്വീകാര്യനാണ്. UDF സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർത്തും സ്വീകാര്യനാണ്. വളരെ മതനിരപേക്ഷമായ നിലപാടെടുക്കുന്ന ആളാണ്. ഒരു വിവാദങ്ങളിൽ പെടാത്ത ആളാണ്. അദ്ദേഹത്തിന് വലിയ ആവേശം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഷാഫി പറമ്പിലും അതുപോലെയുള്ള ആളുകളും ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ മാനസിക പിന്തുണ ഇയാൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, സിനിമാ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല. ഒരുപക്ഷെ യുവ സമൂഹത്തിൽ അയാൾക്ക് കുറച്ച് വോട്ട് കിട്ടിയേക്കാം. പക്ഷെ പ്രധാനമായും രമേഷ് പിഷാരടി വിജയത്തിന് ആധാരമാക്കുന്ന വോട്ട്, ആ വോട്ടുകൾ നേരത്തെ പറഞ്ഞതുപോലെ LDF UDF തമ്മിൽ മത്സരിക്കുന്ന പഞ്ചായത്തുകളിലെ വോട്ടാണ്. അവിടെ പിഷാരടിയുടെ വോട്ട് കുറയുമോ കൂടുമോ എന്നത് നിർണായകമായ ഒരു ചോദ്യമാണ്. അവിടെയാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത വരുന്നത്. ഇത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഫലം വരുമ്പോഴേ നമുക്ക് കൃത്യം പറയാൻ പറ്റും. LDF സ്ഥാനാർത്ഥി ഒരു ഹോട്ടൽ മുതലാളി, ഒരു സ്വതന്ത്രൻ. ആ അർത്ഥത്തിൽ LDFന്റെ മുഴുവൻ വോട്ടും അയാൾക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായും LDFന്റെ BJP വിരുദ്ധ വോട്ടുകൾ പിഷാരടിക്ക് വരികയും അങ്ങനെ രമേഷ് പിഷാരടിക്ക് കൂടുതൽ വോട്ട് കിട്ടുകയും ശോഭാ സുരേന്ദ്രൻ തോൽക്കുകയും ചെയ്യും എന്നൊരു വാദം ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ചിലർ രഹസ്യമായെങ്കിലും പറയുന്നുണ്ട്. കാരണം പാർട്ടി സ്ഥാനാർത്ഥിയല്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. മാത്രവുമല്ല, അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് ഒരുപക്ഷെ ഭൂരിപക്ഷ സമുദായത്തിലുള്ള ആളുകൾക്ക് അയാൾക്ക് വോട്ട് ചെയ്തോളുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു മറുവാദവുമുണ്ട്. അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആളാണ്. ന്യൂനപക്ഷ സമുദായത്തിലെ വോട്ടുകൾ മതേതരമായി എല്ലാ കാലത്തും UDFന് കിട്ടിയിരുന്ന വോട്ടുകളിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ ഈ പുതിയ LDF സ്ഥാനാർത്ഥിക്ക് കഴിയുമോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെ വിള്ളൽ വീണാൽ, അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇദ്ദേഹം ഒരു പാർട്ടി സ്ഥാനാർത്ഥിയല്ല. അങ്ങനെയെങ്കിൽ അടിസ്ഥാനപരമായി കോൺഗ്രസ് വിരുദ്ധത രാഷ്ട്രീയം പറയുന്ന ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് പോയിക്കൂടെ? ഇടതുപക്ഷ ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് പോയിക്കൂടെ? പോകാലോ, അങ്ങനെ പോയിട്ടുണ്ടല്ലോ. അങ്ങനെ പോയ ചരിത്രമാണല്ലോ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കായംകുളം പോലെയുള്ള അല്ലെങ്കിൽ അമ്പലപ്പുഴ പോലെയുള്ള പല മണ്ഡലങ്ങളിൽ നിന്നും വലിയ തോതിൽ CPMന്റെ വോട്ട് ഒഴുകിപ്പോയെന്ന് ഞാൻ പറഞ്ഞതല്ല, CPMന്റെ തന്നെ കണക്കുണ്ട്. പല മണ്ഡലങ്ങളിൽ CPM 3-ാം സ്ഥാനത്തായി. KC വേണുഗോപാൽ ലീഡ് ചെയ്യുമ്പോൾ ശോഭാ സുരേന്ദ്രൻ 2-ാം സ്ഥാനത്ത് വരിക. ആ വോട്ട് എവിടെ നിന്ന് വന്നു? അപ്പോൾ CPMൽ ഉള്ള ഒരു തരം വർഗീയ വിഭജനം ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി വരും എന്ന് കരുതുന്ന ആളുകൾ BJP ജയിച്ചാലും കോൺഗ്രസ് തോൽക്കണം എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് CPMന്റെ കാഡറുകളെ മാറ്റുന്ന ഒരു രീതി പലപ്പോഴും CPM തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് മറ്റതാണ് മറിച്ചതാണ് നിരന്തരം പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നുള്ള ആളുകളാണ്, വലതുപക്ഷത്തിന്റെ കൂടെ നിൽക്കേണ്ട, അവർക്ക് ഇഷ്ടമുള്ളവർ നിൽക്കട്ടെ, അവരിവിടെ വലിയ കാര്യമല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വർഗീയത ഉയർത്തിക്കാട്ടുന്നത് യഥാർത്ഥത്തിൽ CPM വലിയ അവരുടെ ആത്മഹത്യാപരാണ് ആ സംഗതി. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാളെ തോളത്ത് കൈയിട്ട് നിർത്തിക്കൊണ്ട് അയാൾ പറയുന്ന ഇസ്ലാമി ഫോബിയ അംഗീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് എന്ന സന്ദേശമാണ് പാലക്കാട് കിട്ടുന്നതെങ്കിൽ അത് CPMന് വലിയ പാരയായി മാറും ഭാവിയിൽ. കാരണം CPMലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഏത് സമയവും BJPയിലേക്ക് പോകും. മാത്രമല്ല, അങ്ങനെ രാഷ്ട്രീയ പഠനമൊന്നും ഇല്ലല്ലോ CPMൽ അങ്ങനെ രാഷ്ട്രീയം ഒന്നും പറയുന്നല്ലോ, ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയമല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അത് ശോഭാ സുരേന്ദ്രന് അനുകൂലമാവും ആണ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇനി എനിക്ക് വളരെ അത്ഭുതം തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷിപ്പിച്ച, ഞാൻ അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് പറയാം, സതീശന്റെ ഭാഷയിൽ വിസ്മയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, തോന്നിയ ഒരു കാര്യം, അദ്ദേഹത്തിന് രമേഷ് പിഷാരടിക്ക് പിന്തുണയുമായി നമ്മുടെ മഹാനടൻ മമ്മൂട്ടി വന്നിരിക്കുന്നു. അദ്ദേഹം ആദ്യമേ പറഞ്ഞു, ഞാൻ ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും. അതൊരു സാധാരണ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, ജയിച്ചാൽ ഇവിടെ മമ്മൂട്ടിയെ കൊണ്ടുവരും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഞാൻ ആരെയും ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഞാൻ നിർബന്ധിക്കില്ല ആരെയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
മമ്മൂട്ടി കൃത്യമായൊരു മെസ്സേജ് പാലക്കാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മെസ്സേജ് വളരെ ക്ലിയറാണ്. ആ മെസ്സേജ് രമേശ് പിഷാരടിക്കാണ് തൻ്റെ ധാർമ്മിക പിന്തുണ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനല്ല. അത് ഒരു മെസ്സേജാണ്. മാത്രമല്ല, ഇന്നലെ ഞാൻ കണ്ട ഒരു വാർത്ത, നടൻ ആസിഫ് അലി അറിയപ്പെടുന്ന ഇടതുപക്ഷ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ആസിഫ് അലി സ്ഥാനാർത്ഥിയാകുമോ എന്ന് പോലും ഇടതുപക്ഷത്തിന്റെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. ആസിഫ് അലി പറഞ്ഞിരിക്കുന്നു, ഞാൻ രമേശ് പിഷാരടിക്ക് വേണ്ടി വരും, അവിടെ ആവശ്യം വന്നാൽ വരും എന്നും, ആവശ്യപ്പെട്ടാൽ വരുമെന്നും. മാത്രമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതിന് പല മാനങ്ങളുണ്ട്. മോഡി മാത്രമല്ല, പിണറായി വിജയനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അത്ര വില കൊടുക്കുന്ന ഒരാളല്ല. എന്ന് പറഞ്ഞാൽ ആസിഫ് അലിയും മുതൽ മമ്മൂട്ടി വരെയുള്ള ആളുകൾ, അവര് കേരളത്തിന്റെ പൊതുസമൂഹം ആദരിക്കുന്ന ആളുകളാണ്. അവർ തീർച്ചയായും പിഷാരടിക്കൊപ്പം വരുന്നു എന്നുള്ളതും, പിഷാരടിയെ കുറിച്ച് നന്നായി അറിയാം. പിഷാരടിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പിഷാരടി മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ആളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നതും പാലക്കാട് അല്പം പ്രതീക്ഷ നൽകുന്നതാണ്. അന്തിമമായി പാലക്കാട് ഫലം എങ്ങനെ വരും എന്നറിയില്ല. LDF കുതന്ത്രമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സംഭവിക്കും. അല്ലെങ്കിൽ വളരെ ഈസിയായി രമേശ് പിഷാരടി പാലക്കാട് ജയിക്കും.